പ്രാരംഭമായി നമുക്ക് വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകി. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ വലിയ കരുതലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളും കർത്താവ് അയക്കട്ടെ. ഇതുവരെയും ഈ പ്രയർ ലൈനെ ദൈവം നടത്തുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാ വിധങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രയർ ലൈൻ എങ്ങനെയായിരുന്നുവോ ഇന്നും ആ നിലയിൽ തന്നെ അതിൻ്റെ പ്രവർത്തന ശൈലികൾക്ക് മാറ്റമൊന്നും കൂടാതെ വണ്ണം വളരെ നന്നായിട്ട് ഈ പ്രവർത്തനങ്ങളെ പോകുന്നത് കൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിന് 43, 44 രണ്ട് വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലാസറെ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരിക്കുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. നാം എല്ലാവരും ഈ സന്ദേശം പലകുറി പല ആവർത്തി കേൾക്കുകയും ഈ സംഭവങ്ങൾ നാമും പലപ്പോഴായി ഉരുവിടാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക വിഷയത്തിന്റെ സംഭവങ്ങളുടെയൊക്കെ മുൻപിലും അകത്തുള്ള വാക്യങ്ങൾ ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായം തന്നെയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ആ സംഭവങ്ങൾ ലാസറിന്റെ മരണവും ലാസറിന്റെ ഉയർപ്പ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്ന ഒരധ്യായം കൂടെയാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുന്നത്. ചില അധ്യായങ്ങൾ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ബൈബിളിലെ ചില ഭാഗങ്ങളുടെ അധ്യായങ്ങൾ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. അതുപോലെയുള്ള ഒരു അധ്യായം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു എന്ന് വളരെ വ്യക്തമായി 10-ാം അധ്യായം പറയുമ്പോൾ യേശുക്രിസ്തു നല്ല ഇടയനാണ്, ജീവൻ നൽകുന്നവനാണ്, ശ്രേഷ്ഠ ഇടയനാണെന്നൊക്കെ വെളിപ്പെടുത്തുന്ന അധ്യായമാണ് 10-ാം അധ്യായം. 11-ാം അധ്യായം വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ്. ജീവൻ ഇല്ലാത്തതിന് ജീവൻ നൽകാൻ കഴിയുന്നു എന്ന് ഈ അധ്യായം ഇവിടെ തെളിയിക്കുകയാണ്. സ്തോത്രം. 2-3 ചിന്തകൾ ഈ 11-ാം അധ്യായത്തിൽ നിന്ന് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ അധ്യായത്തിനകത്ത് ഒരു കുടുംബത്തെ കുറിച്ച്, ആ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച്, ബഥാന്യ എന്ന ഒരു ഗ്രാമം, സുവിശേഷങ്ങളിൽ മിക്ക സ്ഥലങ്ങളിൽ ഈ ബഥാന്യയെ കുറിച്ച് പറയുന്നുണ്ട്. യേശു കൂടുതൽ യാത്ര ചെയ്തതും ഒരു ഭവനത്തിൽ നിത്യമായി പോയതും വിശ്രമിച്ചതും ഒക്കെ ഈ ബഥാന്യയിലാണ്. മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു ബഥാന്യയിൽ ചെന്നെന്നും ബഥാന്യയിൽ പാർത്തെന്നും ഒക്കെ പറയുന്നുണ്ട്. യേശു കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീടും ബഥാന്യ എന്നൊരു ഗ്രാമമാണ്. ആ ബഥാന്യ എന്ന ഗ്രാമത്തിന്റെ അർത്ഥം, ബഥാന്യ എന്ന് പറഞ്ഞാൽ ദരിദ്രന്റെ വീട് എന്നാണ്. ദരിദ്രന്റെ വീട് എന്നാണ്. 2, സ്നേഹത്തിന്റെ തണൽ എന്നും കൂടെ പറയുന്നുണ്ട്. സ്നേഹത്തിന്റെ തണലായിരിക്കുന്ന ഈ ബഥാന്യ, യേശു
ഇഷ്ടപ്പെട്ടതും യേശുവിനെ ഇഷ്ടപ്പെട്ടതുമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അധ്യായത്തിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഊന്നി പറയാൻ താല്പര്യപ്പെടുക. ശിഷ്യഗണങ്ങൾ യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ശിഷ്യഗണങ്ങളും യേശുവുമായിട്ട് ഇരിക്കുമ്പോഴാണ് യേശുവോട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അവന്റെ സഹോദരിമാർ ആളയച്ച് പറയിപ്പിക്കുന്നു. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുക. അപ്പോ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനവും യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്തോത്രം വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയും കൂടെയായിരുന്നു ലാസർ എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജനം വന്ന് പറയുന്നു, ഒരു കൂട്ടം ആൾക്കാർ വന്ന്, നിനക്ക് പ്രിയനായവൻ എന്ത് ചെയ്യുന്നു? ദീനമായി കിടക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ യേശു പറയുകയാണ്, നമ്മുടെ സ്നേഹിതൻ. അപ്പോൾ ലാസർ എന്ന് പറയുന്ന വ്യക്തി യേശുവിന് മാത്രമല്ല പ്രിയനായിരിക്കുന്നത്, യേശുവിന്റെ ശിഷ്യന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, സ്നേഹിതനാണ്. ഏറ്റവും പ്രിയനായവൻ, എനിക്ക് പ്രിയനായവൻ, യേശുവിന് പ്രിയനായവൻ, യേശുവിന്റെ സ്നേഹിതൻ, നമ്മുടെ സ്നേഹിതൻ. എന്റെ സ്നേഹിതൻ മാത്രമല്ല, യേശുവിന്റെ സ്നേഹിതൻ. അപ്പൊ ശിഷ്യന്മാര് ഈ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഇവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടവർ വന്ന് പറയാണ്, ആര്? സ്തോത്രം, ആദ്യം യേശു പറഞ്ഞ സ്നേഹിതനെന്ന്. എന്നാൽ അവർ വന്ന് പറയുകയാണ്, നിനക്ക് പ്രിയനായവൻ. അപ്പം ജനം കാണുന്നുണ്ട് യേശു വരുന്നതും ഒക്കെ ഉണ്ട്. ജനം കാണുന്നുണ്ട് യേശു ആ വീട്ടിൽ വരുന്നതും ഇവരുമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ജനം തന്നെ പറയാം, നിനക്ക് പ്രിയനായവൻ. അപ്പൊ ദൈവത്തിന് നമ്മൾ പ്രിയനാണോ എന്നുള്ളതും കൂടെ നമ്മൾ ഇന്ന് ഇതിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുമുണ്ട്. നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് എന്നൊരു വാക്യം സങ്കീർത്തനത്തിലുണ്ട്. നിനക്ക് പ്രിയനായവൻ വിടുവിക്കപ്പെടേണ്ടതിന്. സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാണ്. ബെന്യാമിനെ കുറിച്ച് നീ എനിക്ക് പ്രിയനാണ്, എബ്രഹീമിനെ കുറിച്ച് നിനക്ക് വത്സല പ്രിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രിയനായവൻ നിനക്ക് വിടുവിക്കാം. അപ്പൊ നമ്മൾ കർത്താവിന് ഒരു നല്ല പ്രിയരായി മാറണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ സംഘടനകൾക്കും മറ്റതിനും പലതിനുമൊക്കെ നമ്മൾ പ്രിയരായി മാറാറുണ്ട്. പക്ഷേ ദൈവത്തിന്, കർത്താവിന് നമ്മൾ പ്രിയരാണോ? കർത്താവിന് നമ്മൾ പ്രിയരാണെങ്കിൽ കാണുന്നവർ പറയും, ഇവൻ കർത്താവിന്റെ പ്രിയനാണ് എന്നുള്ളത് പറഞ്ഞിടയാവും. ഇവിടെ പറയുന്ന മറ്റൊരു ചിന്ത ഇവിടെ പറയുന്നുണ്ട്, ദീനമായി കിടക്കുന്നു. പക്ഷെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വമെടുക്കേണ്ടതിനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എത്രയെന്ന് പറഞ്ഞത്. ഈ ദീനം മരണത്തിനല്ല, ഇത് നഷ്ടത്തിനല്ല, ഇത് നിരാശയ്ക്കുള്ളതല്ല, ഇത് അവസാനമല്ല, ഇത് ദൈവപുത്രൻ മഹത്വം എടുക്കണം, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? ഈ ദിനം മരണത്തിനായിട്ടല്ലെന്ന് പറയാൻ കഴിയുമോ? നമുക്ക് പലപ്പോഴും കഴിയത്തില്ല എന്നുള്ളത്. വചനം പറഞ്ഞിങ്ങനെയാണ്, നീ മരിക്കയില്ല, നീ ജീവിച്ചിരിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതാകുന്നു. സ്തോത്രം. ജീവിച്ചിരുന്ന് നീ ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ വർണ്ണിക്കണം. ജീവിച്ചിരുന്ന് നീ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം. മരണത്തിനായിട്ടല്ല ഈ ദിനം. നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന പലതും ഇത് അവസാനമാണെന്ന് പറയുമ്പോ, അല്ല, ഇത് അവസാനമല്ല, ഇത് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ചിലതിൻ്റെയൊക്കെ ആരംഭം കുറിക്കാൻ വേണ്ടിയാണ്, ചിലതിൻ്റെ ഒരാരംഭം കുറിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ വരെ കാണാത്തതും ഇന്നലെ വരെ അനുഭവിക്കാത്തതുമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ ഒരാരംഭത്തിനു വേണ്ടിയാണ്. അല്ല, എന്തിനു വേണ്ടി? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്.
40-ാം വാക്യത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ളതാണ്. ലാസർ ഉയർക്കുവോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ദൈവനാമ മഹത്വമായി തീരണം എന്നുള്ളതാ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാ. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവ മഹത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായും ശക്തമായി പറയുന്ന ഭാഗം ആ സുവിശേഷമാണ്. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുക. സ്വത്രം. യോഹന്നാന്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്താ കാരണമെന്നറിയാമോ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ടാണ് മറ്റ് സുവിശേഷകന്മാർ പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ 4 സുവിശേഷകന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നില്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. നിങ്ങൾ നോക്കിയ 13-ാം അധ്യായവും 13-32, 17-1 ഒക്കെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് അവിടെ. ഒരു വാക്യം ഒന്ന് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 31, 32 വാക്യം. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ മഹത്വം, ആ മഹത്വത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 17-ാം അധ്യായം അത് തന്നെ വായിക്കുന്നത്. ഇത് പറഞ്ഞിട്ട്, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറയുന്നത്, പിതാവേ, നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിതാവ് മഹത്വപ്പെടുന്നത് എങ്ങനെ? പുത്രനിൽ കൂടെയാണ് മഹത്വപ്പെടുന്നത്. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവനാമ മഹത്വത്തെ കുറിച്ച് ഈ അധ്യായത്തിൽ കൂടുതലായി പറയുകയാണ്. ശിഷ്യന്മാരുടെ ഇടയിലുള്ള ഒരു സംഭവം. ശിഷ്യന്മാർ യേശുവുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ വാർത്ത കേൾക്കുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന ഒരു സംഭവം യോഹന്നാൻ സംസാരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, അതിന്റെ 8-ാം വാക്യം. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചത്. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ വാർത്ത പറഞ്ഞു. പക്ഷെ യേശു പോകുന്നില്ല. 3-ാം ദിവസമായപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് പോകാം. എങ്ങോട്ട്? നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, അവനെ നമുക്ക് ഉണർത്താം. അപ്പം പോകാം. എങ്ങോട്ട് പോകാം? പക്ഷെ പോയാൽ അവിടെ സംഭവിക്കുന്ന കാര്യം ഇവിടെ പറയുന്നു. അവനെ കല്ലെറിയാനായിട്ട് നോക്കിയിരിക്കുക ഒരു കൂട്ടം ജനം. യേശുവിനെ കല്ലെറിയാനായിട്ടിരിക്കുക. ഇനി ചെന്നു കഴിഞ്ഞാൽ നിശ്ചയമായി കല്ലെറിയും. അപ്പൊ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇനി ഇപ്പൊ യേശുവിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട്, യേശു ചെന്നാൽ എന്ത് ചെയ്യും? കല്ലേറ് നിശ്ചയമാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോ ശിഷ്യന്മാരിൽ നിന്നുകൊണ്ട് തോമസ് പറഞ്ഞൊരു കാര്യം. തോമസ് പറഞ്ഞിങ്ങനെയാണ്, അതിലെ 16-ാം വാക്യം വായിക്കുന്നു. ഇവിടെ പോകാമെന്ന് പറയുമ്പോൾ യേശു പിന്നെ സംസാരിക്കുന്നുണ്ട്. അതിന്റെ 10-11 വാക്യങ്ങളൊക്കെ യേശു സംസാരിക്കുക. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോട് കൂടെ മരിക്കേണ്ടതിനും നാമും പോക എന്ന് പറഞ്ഞു. അവനോട് കൂടെ മരിക്കേണ്ടതിന്
നമുക്കും പോകാം. ഈ തോമസ് ഒരു വ്യത്യസ്ത കഥാപാത്രമാണ്, വ്യത്യസ്ത ചിന്തയുള്ളവനാണ്. ഇവിടെ തോമസിന്റെ ധീരമായ ഒരു തീരുമാനം, ധീരമായ ഒരു പ്രഖ്യാപനം, നമുക്ക് പോകാം. എന്തിനാ? കല്ലേറുകൂടൻ. ആർക്കു വേണ്ടി? യേശുവിന് വേണ്ടി കല്ലെറിയ. കാരണം അവിടെ ചെന്നാൽ കല്ലേറ് നിശ്ചയമാണ്, യാതൊരു മാറ്റവും ഇല്ല. സ്തോത്രം. അങ്ങനെ യേശു കടന്നു ചെല്ലുക. യേശുവും ശിഷ്യന്മാരും കൂടെ ബഥാനിയിലേക്കുള്ള യാത്രയാണ്. ആ ബഥാനിലേക്കുള്ള യാത്രയിൽ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ തന്നെ ചെന്നു എന്നുള്ള വാർത്ത മാർത്തയ്ക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് മാർത്ത ഓടിച്ചെല്ലുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടില്ല, ഗ്രാമത്തിലേക്ക് കയറിയതേ ഉള്ളൂ, വീട്ടിൽ വന്നിട്ടില്ല. വീട്ടിനകത്ത് മറിയയുടെ കൂടെ മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെല്ലാം കരയുകയാണ്. ലാസറിനെ കുറിച്ച് പറഞ്ഞ്, ലാസർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അതിങ്ങനെ ഓർപ്പിക്കുകയാണ്. അവിടെ യേശുവിന്റെ അടുക്കൽ കടന്നു ചെല്ലുന്ന മാർത്തയുമായിട്ടുള്ള സംഭാഷണം. ഈ യേശു ഭവനത്തിലേക്ക് വരുന്ന ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് മാർത്ത എന്നിട്ട് മറിയോട് പറയുന്നു, സ്വകാര്യമായി പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്. അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ ഗുരു വന്നിട്ടുണ്ട്. 22 മുതൽ ഏകദേശം 34 വരെയുള്ള വാക്യങ്ങൾ മറിയയും യേശുവും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട്. മാർത്ത പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട് എന്ന് സ്വകാര്യമായി പറയുക, കൂടെ ഇരിക്കുന്നവർ കേൾക്കുന്നില്ല. ഉടനെ മറിയ എഴുന്നേൽക്കുകയാണ്. മറിയ എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെ ഇരിക്കുന്നവർ വിചാരിച്ചത് അവൾ കല്ലറയിലേക്ക്, ലാസറിന്റെ കല്ലറയിലേക്ക് പോകുകയാണ്, കരയാൻ പോകുകയാണെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അവൾ ഓടി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. 32-ാം വാക്യം, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. 2, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. 2 കാര്യം. 1, യേശു വരുന്നെന്നറിഞ്ഞപ്പോ തന്നെ മറിയ എഴുന്നേറ്റു, അവന്റെ കാൽക്കൽ വീണു എന്നുള്ളതാണ്. കാൽക്കൽ വീണു. ഗ്രാമത്തിലേക്ക് വരിക, കൂടെ ശിഷ്യന്മാരുണ്ട്. യേശു വന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ഇളകിയിട്ടുണ്ട്. ഇത്രയും ജനത്തിന്റെ ഇടയിലും നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്കും ഓടിച്ചെന്നിട്ട് യേശുവിന്റെ കാൽക്കൽ ഈ സഹോദരി വീഴുകയാണ്. മറിയയുടെ ഒരു വ്യത്യസ്ത സ്വഭാവമാണ് നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്ത സ്വഭാവത്തോടുകൂടെ നിൽക്കുന്നു മറിയ. യേശുവിന്റെ കാൽക്കൽ വീണു, യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ നമസ്കരിക്കുന്നു, കാൽക്കൽ വീണു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമത്തിൽ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ 17-ന്റെ 1, 2, 3, 4 വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു എന്നുള്ളതാണ്. ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുൻപിൽ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച്, സ്തോത്രം, അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ സർവശക്തനായ ദൈവമാണെന്നുള്ള ചിന്തയൊന്നും അവിടെ ഒന്നും പ്രസ്താവിച്ചിട്ടില്ല. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് ഈ ദേശം ഞാൻ നൽകിയിരിക്കും എന്നൊക്കെ അവിടെ ഈ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറയുകയാണ്. എന്നാൽ 13, 14, 16, 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് അവനോട് പറയുകയാണ്.
അപ്പോൾ ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ എന്ത് ചെയ്യണം? എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കണം. ഞാൻ നിനക്കൊരു നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്തു? സാഷ്ടാംഗം വീണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമെന്ന് പറയുമ്പോൾ, അത് കേട്ട് കഴിയുമ്പോൾ, ഞാൻ നിന്റെ മധ്യത്തിൽ ഒരു നിയമം വെച്ചിരിക്കുന്നു പറയുമ്പോ അത് കേട്ട് സാഷ്ടാംഗം വീഴുകയാണ്. പുതിയ നിയമത്തിൽ വേറൊരു വാക്യം കൂടെ ഞാൻ തരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ യോഹന്നാനെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്, 17-ാം വാക്യത്തിൽ വായിക്കുന്നത്: അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. 12 മുതലുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ആ അവസ്ഥ അവനെ കാണിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ശബ്ദം, യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച്, അവന്റെ കണ്ണിനെ കുറിച്ച്, അവന്റെ കാലിനെ കുറിച്ച്, അവന്റെ ശബ്ദത്തെ കുറിച്ച് ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഒരു മഹത്വപൂർണമായ അനുഭവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ എന്തെന്നറിയാം, മരിച്ചവനെ പോലെ വീണു എന്നുള്ളതാണ്. നിങ്ങളിവിടെ നോക്കിക്കേ, മറിയ യേശുവിനെ കാണുന്നത്, മറിയ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഒരു സാധാ യഹൂദനായിട്ട് തന്നെയാണ്, യഹൂദന്റെ വേഷമാണ്. മറിയയ്ക്ക് സ്തോത്രം അബ്രഹാമിനെ പോലെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഞാൻ സർവശക്തനായ ദൈവമാണെന്നുള്ള ശബ്ദം ഇവിടെ മറിയ കേട്ടിട്ടില്ല. ഞാൻ സർവശക്തനായ ദൈവമാണ്, നമ്മൾ തമ്മിൽ ഒരു നിയമം ചെയ്യുന്നു, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ അവനെ കണ്ടു. എങ്ങനെ കണ്ടു? മഹത്വപൂർണനായ സ്തോത്രം യേശുവിനെ കാണുകയാണ്. യേശുവും ഈ യോഹന്നാനും തമ്മിൽ 3.5 വർഷത്തോളം ഒരുമിച്ച് തട്ടി ഉരുമി നടന്നിട്ടുണ്ട്. പക്ഷേ പത്മോസ് ദ്വീപിൽ കാണുന്ന, തന്നോട് കൂടെ തട്ടി ഉരുമി നടന്ന്, തന്നോട് കൂടെ നടന്ന്, ഞങ്ങൾ ഒരുമിച്ച് നടന്ന്, ഒരുമിച്ചിരുന്ന്, ഒരുമിച്ച് ചൂടുകൾ ചെയ്ത ഈ യോഹന്നാന് സ്തോത്രം പത്മോസ് ദ്വീപിലേഖനായപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ മരിച്ചവനെ പോലെ വീണു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മറിയയ്ക്ക് അങ്ങനെ ഒരു പ്രത്യക്ഷമായ ഒരു അനുഭവം ലഭിച്ചോ എന്ന് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. യേശു വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ, അവളുടെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റിട്ട് യേശുവിന്റെ അടുക്കൽ ഓടിച്ചെന്ന് അവൾ സാഷ്ടാംഗം വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. കർത്താവിന്റെ വചനം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അടുക്കലേക്ക് വരിക, അപ്പോൾ ഞാൻ അടുക്കലേക്ക് വരാം എന്നാ പറഞ്ഞു. ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം അടുത്തു വരും എന്നുള്ളതാണ്. സ്തോത്രം. നാം എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മോട് അടുക്കുവാൻ കഴിയുന്നുണ്ട്. നാം എത്രത്തോളം അകലുമോ അത്രത്തോളം കർത്താവ് അകന്നു മാറുക തന്നെ ചെയ്യും. അവൾ ചെന്ന് അവന്റെ കാൽക്കൽ വീണു എന്നുള്ളതാണ്. സ്തോത്രം. വീട്ടിൽ വരട്ടെ എന്നുള്ളതല്ല. ആ രണ്ട് സഹോദരിമാരുടെയും സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും. സ്തോത്രം. ബെഥാനിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ തന്നെ മാർത്ത എന്ത് ചെയ്തു? ഓടിച്ചെന്നു. വീട്ടിൽ വരുന്നതിന് മുമ്പ് ഓടിച്ചെല്ലുക. സ്തോത്രം. വീട്ടിലേക്ക് അടുത്തു എന്ന് സ്തോത്രം മാർത്ത വന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെല്ലുക. ഇന്ന് പകലിൽ സ്തോത്രം നമ്മൾ എത്രത്തോളം കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ കഴിയും, എത്രത്തോളം അടുക്കാൻ കഴിയും, എത്രത്തോളം അവിടെ ചേർന്നിരിക്കാൻ കഴിയും, സ്തോത്രം, അത്രത്തോളമാ. പ്രൈസ്. അതുകൊണ്ട് ആ സങ്കീർത്തനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: എന്നോട് അടുത്തിരിക്കുന്ന, എന്നോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ചിലത്, അവർ കാണേണ്ട ചിലത് കാണിച്ചു കൊടുക്കും. എന്നോട് അകന്നിരിക്കുന്ന ജനം
എന്തിനറിയാമോ? അവർ ലോകത്തിന്റെ വഴിയിൽ കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം എന്നോട് അടുത്തിരിക്കുന്നുവോ ഞാൻ അത്രത്തോളം അവരെ ഉയർത്തുമെന്ന്. എത്രത്തോളം ഞാൻ എന്നോട് അടുത്തിരിക്കുമോ അത്രത്തോളം ഞാൻ അവർക്ക് ദീർഘായുസ് കൊടുക്കുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും ഈ രാത്രിയിലുമായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം കർത്താവിന്റെ അടുക്കലേക്ക് എത്തപ്പെടാൻ കഴിയും, എത്രത്തോളം അടുക്കപ്പെടാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ സ്തോത്രം, എന്നെ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് എന്നെ വന്ന് ആള് കാണട്ടെ, ഇങ്ങോട്ട് വരട്ടെ, സ്തോത്രം വേണം, അങ്ങനെ ഇരിക്കാം. സ്നേഹിതനായിരുന്നല്ലോ, പ്രിയനായിരുന്നല്ലോ, ദീനമായി കിടന്നപ്പം ഒന്ന് വരാമായിരുന്നല്ലോ, വന്നില്ലല്ലോ, ആളയച്ചു പറഞ്ഞതല്ലേ, സ്തോത്രം, ഈ 4-ാം ദിവസമായപ്പോ വന്നിരിക്കുകയാണല്ലോ, ഈ എന്നൊക്കെ വേണമെങ്കിൽ പരിഭവം പറഞ്ഞ് മറിയയ്ക്കും മാർത്തയ്ക്കും വീട്ടിനകത്തിരിക്കാമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. പരിഭവങ്ങൾ പറയുവാൻ നമ്മൾ ഒട്ടും പഞ്ഞമുള്ളവരല്ല. പക്ഷേ ഇവിടെ മറിയയും ഈ സഹോദരിയും എന്തില്ല പരിഭവങ്ങളൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ മറ്റൊരു സ്വഭാവം ഉണ്ടല്ലോ. മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പോൾ സ്തോത്രം തന്റെ വീട്ടിലേക്ക് 3 പേര് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നവരെ ആനയിച്ച് ഭവനത്തിലേക്ക് കയറ്റുക, ഓടിച്ചെല്ലുക. സ്തോത്രം, സ്തോത്രം. മറിയ ഇരിക്കുന്നിടത്തുനിന്ന് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുക. അബ്രഹാം ഓടിച്ചെല്ലുക. നമുക്കും ഈ ദിവസങ്ങളിൽ നിന്ന് ഓടിച്ചെല്ലാൻ കഴിയുമോ? സ്തോത്രം. ആത്മീയമായ വിഷയത്തിനകത്ത്, ദൈവികമായ കാര്യങ്ങൾക്കകത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് ഓടാൻ കഴിയുമോ? യേശുവിനെ കാണേണ്ടതിനു വേണ്ടിയുള്ള ഒരു ഓട്ടം. സ്തോത്രം. സക്കായി അവൻ ഓടി കാട്ടത്തിയുടെ മുകളിൽ കയറി യേശുവിനെ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉത്സാഹം, യേശുവിനെ കാണുവാനുള്ള ഒരു ഉത്സാഹം. സ്തോത്രം. യേശുവിനെ കണ്ടാൽ നമ്മളെല്ലാം യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞങ്ങ് സമാധാനിക്കുക. പക്ഷെ നമ്മൾ ഇതുവരെ യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ യേശുവിനെ കാണുവാൻ, ഒന്നും കൂടെ യേശുവിനെ അടുത്തറിയാൻ ഓരോട്ടം, ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടാകണം. ഇവിടെ ഇതാ പറയുന്നു, നോക്കൂ, മറിയ ഓടുകയാ ആടടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക് ഓടുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിക്കേ, മരണപ്പെട്ട യേശുവിനെ കല്ലറയിൽ വെച്ചിരിക്കുന്നു. സ്തോത്രം. ആദ്യകാലത്ത് ചില സഹോദരിമാർ ഓടുകയാ. ഒരു 4-5 സഹോദരിമാര് സ്തോത്രം രാവിലെ ഓടുന്നു, അതിരാവിലെ ഓടുന്നു. എവിടേക്കാന്നറിയാമോ? യേശുവിനെ വെച്ചിരിക്കുന്ന ഇടം. എവിടെ? ഒരു തോട്ടത്തിന്റെ നടുവിലാണ്. അവിടെയാണ് കല്ലറയുള്ളത്. ആദ്യകാലത്തെ ചില സഹോദരിമാർ ഓടിപ്പോകുകയാ. സ്തോത്രം. ഓട്ടമാ. രാവിലെ സഹോദരിമാർ ഓടുന്നത് എന്താണെന്നുള്ളത് ഒരു ആശ്ചര്യമായ കാര്യ. ഓടുക. ഒറ്റക്കാര്യം, യേശുവിന്റെ ശരീരത്തിൽ ഈ അവരുടെ കയ്യിലിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ പൂശണം. അവരുടെ ഒരു മോഹം നോക്കണേ, ആഗ്രഹം നോക്കണേ. കല്ലറ അടച്ചുറപ്പാക്കിയിരിക്കുന്നവർക്കറിയാം. പക്ഷെ അവർക്കൊരു പ്രതീക്ഷയും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ ഉള്ളിനകത്ത് കർത്താവിനോടുള്ള സ്നേഹം, ആ സ്നേഹം ഓടുകയാണ്. ഇന്ന് പകലിൽ കർത്താവിന് വേണ്ടി നമുക്ക് എത്രത്തോളം ഓടാൻ കഴിയുമോ, കർത്താവിന് വേണ്ടി എത്രത്തോളം നിൽക്കാൻ കഴിയുമോ, സ്വതം അത്രത്തോളം കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിപ്പാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഏലിയാവിന് അഗ്നിമയമായ രഥങ്ങൾ കൊണ്ടവനെ അത് സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ളത്. ഏലിയാവ് കർത്താവിന് വേണ്ടി ഓടിയത്, ഏലിയാവ് കർത്താവിന് വേണ്ടി നിന്നത്, ഏലിയാവ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ഏലിയാവ് കർത്താവിന്റെ വായായി മാറിയത്, ഏലിയാവ് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിന്നതുപോലെ ഓടാൻ തയ്യാറായപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘമാക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 സ്വത്രം പറയുന്ന കാര്യം, അവൾ കരഞ്ഞു. നോക്കൂ, അവൾ കരയുന്നത് കണ്ടപ്പോൾ യേശുവും കരഞ്ഞു, യേശുവിന്റെ ഉള്ളവും നൊന്തു. യേശുവിനെ കരയിപ്പിച്ച
ഒരു സഹോദരി, യേശുവിനെ കരയിപ്പിച്ച ഒരു സഹോദരി. ഇത് പകൽ നമ്മളെ കണ്ടിട്ട് യേശുവിന് എന്തു തോന്നുന്നു? യേശുവിന് കരയാൻ തോന്നുന്നു. നമ്മുടെ ഉള്ളം നൊന്ത് കരയുമ്പോൾ യേശു കരയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവന് ജീവൻ കൊടുക്കാൻ കഴിയുന്നവനെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കാരണം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിങ്ങനെയാണ്, പിതാവ് ജീവിപ്പിക്കാൻ ജീവൻ കൊടുക്കാൻ കഴിയുന്നത് പോലെ പുത്രനും ജീവൻ കൊടുക്കാൻ കഴിയും. താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായത്തിൽ യേശു ജീവൻ കൊടുക്കുന്നവനെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് അതേ പകലും രാത്രിയുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവൻ നൽകാൻ കഴിയുന്നവനാണ് നമ്മുടെ യേശു. നമ്മുടെയൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ മരിച്ചു എന്ന് നാം വിധി എഴുതുമ്പോൾ ഇല്ല, ജീവൻ നൽകാൻ കഴിയുന്നവന്, ജീവൻ തന്നിട്ട് മരിച്ചതിനെ നമ്മുടെ കയ്യിലേക്ക് തിരികെ നൽകുന്നു. നമ്മുടെ ചില വിഷയങ്ങൾ മരിച്ചതാണെന്ന് തോന്നുമ്പോൾ, ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ ഇല്ല, സ്തോത്രം, നൈനിലെ പട്ടണത്തിലെ മകനെ, വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, ജീവൻ കൊടുത്തവൻ നമ്മോട് കൂടെയുണ്ട്. അവനോട് കൂടുതൽ അടുക്കാം, അവന് വേണ്ടി കൂടുതൽ നമുക്ക് ഓടാം, ആ കർത്താവിനോട് കൂടുതൽ നമുക്ക് അടുക്കാം. ആ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മളിൽ കൂടെ വെളിപ്പെടട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസരങ്ങൾ നൽകിയ ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനം നിമിത്തം ചിക്കാഗോ പ്രേരയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായിരിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥന ഓർക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിനോട് പറയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. പ്രിയമുള്ളവരെ, അത് നമുക്ക് അറിയാം. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ, ഒരുപക്ഷെ ആ മഗ്ദലക്കാരത്തി മറിയ ആയിരുന്നിരിക്കാം, മോശമായൊരു ജീവിതം നയിച്ചിരുന്ന മഗ്ദലക്കാരത്തി മറിയയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനം, എന്തുകൊണ്ടാണ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനമായി തീർന്നത്? മറിയ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. അതേ സമയത്ത് മാർത്ത ഏറ്റവും താല്പര്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ ലാസറും ഏറ്റവും പ്രിയപ്പെട്ടവരെ കുടുംബമായിട്ട്, അതാണ് ഏറ്റവും എന്നെ ആകർഷിച്ചതായ ഒരു സത്യം. കുടുംബമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഭർത്താവ് പാസ്റ്ററായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് വലിയ സുവിശേഷ വേലയായിരിക്കും, ഭാര്യയ്ക്ക് അതിനകത്തെങ്കിലും താല്പര്യമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, ഭർത്താവ് പറയും എന്തിനായി പ്രാർത്ഥന, അതിനകത്തെങ്കിലും താല്പര്യമില്ല, ഭാര്യ പോകുന്നിടത്ത് പോകത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് നിരുത്സാഹപ്പെടുത്തും. ഭാര്യയും ഭർത്താവും താല്പര്യമുണ്ടെങ്കിൽ പിള്ളേർ താല്പര്യം കാണത്തില്ല. ഇതെന്ന കുടുംബമായിട്ട് അവർ 3 പേരുന്ന ഒരാങ്ങളെയും 2 പെങ്ങന്മാരും അവിടെ ഉള്ളതാണ് നമ്മൾ അറിയുന്നത്. മറ്റേ മാതാപിതാക്കളെ കുറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുപോലെ കർത്താവിനോടുള്ള താല്പര്യം, അതുകൊണ്ടായിരിക്കണം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനമായിട്ട് അത് തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് പ്രിയരാകാൻ ശ്രമിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ കുടുംബത്തിലുള്ളവരും അത്രയും പ്രിയരാകാനോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആയിരിക്കാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ഏറ്റവും കർത്താവിന് പ്രിയരായിട്ടുള്ളവരെ, ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് കർത്താവിനോട് പ്രിയപ്പെടുമ്പോൾ, എല്ലാവരും ആ കുടുംബം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമായി തീരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കേട്ടല്ലോ, ആ ബഥാനിയയിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എന്തിനാ അവിടെ പോകുന്നത്, കല്ലേറ് കൊണ്ട് മരിക്കാനോ? അവിടെ പോകേണ്ട കാര്യം അവർ മാനുഷികമായ ബുദ്ധിയിൽ പറയുകയാണ്. നമ്മളതെല്ലാം പറയുക, അവിടെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോകണ്ട, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്നാൽ തോമസ് അപ്പോസ്തലൻ പറയുകയാണ്, അവനോടുകൂടെ മരിക്കാനായിട്ട് നമുക്കും പോകാം. അതായത് അത് എത്ര ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു മരിക്കാൻ തയ്യാറായിട്ട് പോകാം. നമ്മൾ അല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് ഒരു പ്രവർത്തനം നടത്തിയാൽ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്, അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ന്യായമായും ചിന്തിക്കാം, അങ്ങോട്ട് ഇപ്പം പോകണ്ട, അത് കഴിയട്ടെ, കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ അപകടം മാറിയിട്ട് നമുക്ക് പോകാം. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ, ഒരുപക്ഷെ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തോമസ് അപ്പോസ്തലൻ പറയാണ്, നമുക്ക് അവനോടുകൂടെ
മരിക്കാനായിട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ശരിയായിട്ട് തന്നെ പറഞ്ഞതാണ്, മാനുഷികമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടുകൂടെ പറഞ്ഞതാണ്. പക്ഷേ നമുക്കറിയാം മാനുഷികമായിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം. അവര് ശിഷ്യന്മാരെല്ലാം പത്രോസൊക്കെ പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഞാനും മരിക്കുമെന്നൊക്കെ പറഞ്ഞു. അതവർ ചുമ്മാ പറഞ്ഞതല്ല, അവർ മരിക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ്. പക്ഷേ മാനുഷികമായിട്ട് അതൊന്നും കഴിയത്തില്ലെന്നുള്ളത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെല്ലാവരും അങ്ങനെ തന്നെ ആയിത്തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണത് കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ മാർത്തയും മറിയയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അവർ ചിന്തിച്ച എന്താണ്? ആളിനെ വിട്ടു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ദീനക്ക് മരിക്കാറായി കിടക്കുന്നു. കർത്താവിന് മരിക്കാറായവരെയൊക്കെ സൗഖ്യമാക്കിയത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഉടൻ തന്നെ വരും, വന്ന് സൗഖ്യമാക്കും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി പോയി എന്നാണ്. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അറിയാവുന്ന ആളുകൾ നമ്മളാണെങ്കിലും, നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്ന, നമ്മുടെ ചർച്ചിലും ഒക്കെ കാണുന്ന ആളുകളാണെങ്കിലും എങ്ങനെയാ പ്രതികരിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും അടുപ്പമുള്ള ഒരാളിനെ പറഞ്ഞു, ആളിനെ അയച്ചു വിട്ടു, അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ എന്തുവാ മെസ്സേജ് അയച്ചു, എത്രയും പെട്ടെന്ന് വരണം, മരിക്കാൻ ആയി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അവിടെ 3-4 ദിവസമൊക്കെ താമസിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ ആ ബന്ധം ശരിയായി വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും അവർ ക്ഷമിക്കാതിരിക്കാനാണ് സാധ്യത. അവർ പറയും, ഇത്രയും നാൾ അടുപ്പം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു പണി കാണിച്ച ആളിനെ എനിക്ക് കാണുകയേ വേണ്ട, ഒരു പണിയും വേണ്ട, യാതൊരുവിധ ബന്ധത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യം വന്നപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ, ബന്ധം കൊണ്ട് എന്താ അർത്ഥം എന്നൊക്കെ ചോദിക്കുന്നതാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത്. പക്ഷേ അത് അന്നത്തെ ആളുകളും ഇന്നത്തെ ആളുകളും തമ്മിലുള്ള ആ വ്യത്യാസം ഞാൻ ചിന്തിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളായിരുന്നിട്ടും ആളയച്ച് വിളിച്ചിട്ടും വരാതിരുന്നിട്ടും 4 ദിവസം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ശവം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനിയും ഈ ലാസർ തിരികെ ജീവനിലേക്ക് വരുമെന്ന്. അതാണ് യേശു പറഞ്ഞു, പല പ്രാവശ്യം യേശു പറഞ്ഞു, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശവക്കല്ലറ തുറക്കാൻ വേണ്ടി പറഞ്ഞു, അയ്യോ അയ്യോ അത് വേണ്ട, അത് വേണ്ട, അത് നാറ്റ് വെച്ച് നമുക്ക് നിൽക്കാനൊക്കുകയില്ല, അതുകൊണ്ട് തുറക്കണ്ട, ആ ഭാഗത്തേക്കേ പോകണ്ട എന്നൊക്കെയാണ് അവർ സ്നേഹത്തോടുകൂടെ പറഞ്ഞത്. അതുകൊണ്ട് സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചില്ല യേശു ഇങ്ങനെ ആ മരിച്ച 4 ദിവസം കഴിഞ്ഞ ആളിനെ ഉയർപ്പിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. അത്രമാത്രം അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, അന്ന് വരെ അങ്ങനെ കേട്ടിട്ടുമില്ലല്ലോ. അപ്പോൾ എന്നാൽ ഇനി ഒരിക്കലും അവൻ ജീവനിലേക്ക് വരികയില്ല എന്നവർ ചിന്തിച്ചിട്ടും എത്രമാത്രം യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ലാതെ നേരത്തെ അവർ യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ കരുതിയതുപോലെ തന്നെയാണ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നാണല്ലോ നമ്മൾ വായിച്ചത്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ടതായ കാര്യങ്ങൾ. നമ്മളിതൊക്കെ വായിച്ചാൽ ലാസറിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാം എന്ന് നമ്മൾ വായിച്ചു വിടുകയല്ലാതെ ഇന്നത്തെ ആളുകളും അന്ന് ഉണ്ടായിരുന്ന ആ മറിയെ അവരൊക്കെ എത്രമാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിന് പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആ കർത്താവിനെ തുടർന്നും സ്നേഹിക്കുക. അതാണ് മാർത്തയും മറിയയും കാണിച്ച, അതാണ് അവർക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിസന്ധിയിൽ അവരാശ്രയിച്ചിരുന്ന ആ വ്യക്തി, എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരുന്ന വ്യക്തി വരാതെ അവരെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാനുഷികമായിട്ടൊക്കെ നമ്മൾ വലിയൊരു ചതിയാണ് കാണിച്ചത് എന്ന് പറയും. എന്നാൽ അവരെന്നിട്ടും അവരുടെ ബന്ധം ഒരിക്കലും ഉലഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടുമെന്നൊക്കെ പാട്ട് എഴുതിയ സാധു കൊച്ചു ഉപദേശി തൻ്റെ 12 വയസ്സുള്ള മോന് അപ്രതീക്ഷിതമായി മരിച്ചു പോയപ്പോൾ പാടിയ ഹൃദയത്തിൽ നിന്ന് പാടിയ ഒരു പാട്ടാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലർ അത് ദൈവവേലയിലൊക്കെ ആയിരുന്നവർ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലൊക്കെ വളരെ ശക്തമായി നിലനിന്നവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ അപ്രതീക്ഷിതമായി മരിച്ചുമൊക്കെ പോകുമ്പോൾ പിന്മാറിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാ ഇത്രയും നമ്മൾ സ്നേഹിച്ചൊരു ദൈവം ഇങ്ങനെയാക്കി ഇനി എന്തിനാ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്ന ചില അനുഭവങ്ങൾ, അതൊക്കെ മാനുഷികമാണ്. മാനുഷികമായിട്ട് അവരെയൊന്നും ഞാൻ കുറ്റം പറയുകയല്ല. മാനുഷികമായിട്ട് ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്കതൊന്നും ചെയ്യാനായിട്ട് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് ആ സ്നേഹത്തിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുമ്പോഴും നമ്മൾ വളരെ നിരാശാജനകമായ സാഹചര്യത്തിലൊക്കെ ആകുമ്പോഴും
ഈ ദൈവത്തെ തുടർന്ന് നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. സ്നേഹിക്കാൻ കഴിയും എന്നുള്ളതാണ് മാർത്തയുടെയും മറിയയുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുന്നതിന് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നമുക്ക് അറിയാവുന്ന വചനമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ആ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നതിന് വേണ്ടി അവരൊക്കെ ചെയ്തതുപോലെ നമുക്കത് കർത്താവിനെ സ്നേഹിക്കാനായിട്ട്, പിന്നീട് പറഞ്ഞല്ലോ ആ മറിയ അതിരാവിലെ എഴുന്നേറ്റ് ഓടുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കള്, യഹൂദ സ്ത്രീകള്, അതുപോലെ തന്നെ യഹൂദ പുരുഷന്മാര് അങ്ങനെ ഓടുകയില്ല. നമുക്ക് അറിയാം മുടിയൻ പുത്രന്റെ പിതാവ്, അദ്ദേഹം സമ്പന്നനായ ഒരു യഹൂദ പ്രമാണിയാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? ആ പുത്രൻ ദൂരെ നിന്ന് വരുന്നത് കണ്ട് ഓടിച്ചെന്നവനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു പ്രമാണിയായ ഒരു മനുഷ്യൻ, ഒരു പ്രായപൂർത്തിയായ ഒരു യഹൂദൻ അങ്ങനെ സാധാരണ രീതിയിൽ ഓടുകയില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല. എന്നാൽ ആ സ്ത്രീകളെ പ്രത്യേകിച്ച് എളുപ്പാങ്കാലത്തെ സ്ത്രീകളാ ഓടുന്നത്. അവര് ഇന്ന് ഇവിടെ എളുപ്പാങ്കാലത്ത് സ്ത്രീകൾ ഓടും. അവരെ ഫിറ്റ്നസിന് വേണ്ടി, ബോഡി ഫിറ്റ്നസിന് വേണ്ടി നിക്കർ നോക്കിയിട്ട് ഓടുന്ന കാണാം. എന്നാൽ ആ യഹൂദ സ്ത്രീകള്, പ്രിയമുള്ളവർ, എത്രമാത്രം സ്നേഹമാണ് ആ കർത്താവിനോടുള്ള ആ സ്നേഹം. ആ മറിയ പറയുകയാണ്, തോട്ടക്കാരനാണെന്ന് കണ്ട് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ ബോഡി എവിടെ വെച്ച് ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറയുകയാണ്. അതൊന്നും നമുക്ക് ചിന്തിക്കാവുന്നതിലും അതീതമായിട്ടുള്ള ചിന്തകളും സ്നേഹവും ഒക്കെയാണ്. അതുകൊണ്ട് ഈ വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ കർത്താവിന് പ്രിയരായിട്ട് നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് തൻ്റെ ആത്മാമൂലം നമ്മെ സഹായിക്കട്ടെ. റെജി കോശി ബ്രദർ പ്രാർത്ഥിച്ച് ജോസോമൻ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കാം. കർത്താവിൻ്റെ ദാസൻ എ കെ രാജൻ പാസ്റ്റർ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് പതിവായിട്ട് നമ്മുടെ ഈ പ്രയർ ലൈനിൽ എല്ലാ തിങ്കളാഴ്ച രാവിലെയും 1.5 വിട്ടുള്ള തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം സംസാരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. തോപ്പുംപടി, കൊച്ചി തോപ്പുംപടിയുള്ള IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുന്നല്ലോ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനും അവിടെ ആ പ്രസംഗപീഠത്തിൽ നിന്ന് ഒരിക്കൽ ഈ പ്രയർ ലൈനിൽ പ്രസംഗിച്ചതാണ്. നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ റൂമിലിരുന്നാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ദാസന് ചർച്ചിൽ നിന്ന് തന്നെ പ്രസംഗിക്കാനുള്ള സാവകാശം ലഭിക്കുന്നല്ലോ. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ കുടുംബത്തിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.